രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് VD സതീശനും രമേശ് ചെന്നിത്തലയും. രാഹുലിന് സംരക്ഷണം ഒരുക്കില്ലെന്ന് നേതാക്കൾ. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. 2 യുവതികളാണ് ഗർഭഛിദ്രത്തിന് വിധേയമായത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. ഇമെയിൽ വഴിയും എല്ലാം ഒരുപാട് കേസ് വരുന്നു, കുറെ കേസ് വന്നു മറിയുന്നെന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ പറഞ്ഞിട്ട് കേസെടുക്കാൻ തുടങ്ങി. കേസെടുത്ത് ക്രൈംബ്രാഞ്ച് വരുന്നു, പോലീസ് അന്വേഷിച്ചിട്ട് നടപടിയാകുന്നില്ല, ക്രൈംബ്രാഞ്ച് വരുന്നു, ഒരുപാട് ഏജൻസികൾ വരുന്നു, അത് വരുന്നു, ഇത്. മാങ്കൂട്ടത്തിന് ഇപ്പം 2 യുവതികളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരാൾ പ്രഗ്നന്റ് ആയി അലസിപ്പിക്കുന്നു, പിന്നെ കൂട്ടുകാരിയാവുന്നു, അടുത്ത് കൂടെ നിൽക്കുന്ന കൂട്ടുകാരി സഹായിക്കുന്നു അലസിപ്പിക്കാനാ. ഓക്കെ, എന്തായാലും ഒരെണ്ണത്തിന്റെ കഥ ഏകദേശമൊക്കെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കഥ വരുന്നു. അയ്യോ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ആനി എന്തോ പറയുന്നപ്പോൾ അത് സത്യമാണോ എന്നുള്ള രീതിയില്ല. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ വരട്ടെ, അവർക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയട്ടെ. പിന്നെ ഒരു കാര്യം, ഈ ഒരുമിച്ച് പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ മീഡിയക്കാരും ഒക്കെ കൊണ്ടുവരട്ടെ, നമുക്ക് എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അങ്ങനെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഇപ്പൊ 2 ഗർഭയിരിപ്പുണ്ട്, 2 എണ്ണം. ഓക്കെ, ഇഡ്ഡലി ഗർഭ ദോഷ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഒരു വോയിസ് ഉണ്ട്, അത് ഞാൻ അവസാനം വെക്കാം. അതുപോലെ തന്നെ ഇപ്പം VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന രാഹുലിന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കലാകാരി പ്രിയ സഹോദരി, കരയേണ്ടത് ഒറ്റപ്പെടേണ്ടത് നീയല്ല, വേട്ടക്കാരനാണ്, മുന്നോട്ട് വരൂ, ഒരു ജനത ഒപ്പമുണ്ട് എന്ന് പറയുന്ന നീ, അതാരാ? റിനി ആണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നു റിനി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കെതിരെ മോശമായിട്ട് ഒരുത്തനൊരു ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ, മോശമായിട്ട് അവന്റെ പേര് പോലും നിങ്ങൾക്ക് പറയാൻ ധൈര്യം കാണിക്കാത്ത നീ എന്തിനാ ഇതൊക്കെ ഉപദേശിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആദ്യം നീ രംഗത്ത് വന്നിട്ട് നട്ടലുള്ള തന്തയ്ക്ക് ജനിച്ച മഹോളാണെങ്കിൽ നീ പേര് പറ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നട്ടലുള്ള തന്തയ്ക്ക് ജനിച്ചൊരു അതാണെങ്കിൽ നീ പേര് പറ. വന്നിട്ട് മീഡിയ വന്നിട്ട് വലിയ ഷോ ഓഫും കാര്യങ്ങളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പമുണ്ട് ആര്? VD സതീശനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ധൈര്യമായിട്ട് പറ. VD സതീശൻ സഹായിച്ചില്ലെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റ് നിന്നെ സഹായിക്കും, LDF സർക്കാർ നിന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ VD സതീശനുമായിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് പിന്നിൽ പ്രതിപക്ഷ നേതാവല്ല ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുമോ? പിന്നിൽ പ്രതിപക്ഷ നേതാവല്ല ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുമോ? ഓക്കെ, അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ തലയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വീഡിയോയിലോട്ടൊക്കെ പോവാം. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ അടുത്തൊരു വീഡിയോ എത്തും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഇത് സംബന്ധമായിട്ടുള്ള എക്സ്ക്ലൂസീവ് കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ന്യൂസിലോട്ടൊന്ന് പോവാം. പിന്നെ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസും ഉണ്ട്. ഓക്കെ, നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോവാം. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. 2 യുവതികളാണ് ഗർഭഛിദ്രത്തിന് വിധേയമായത് എന്ന വിവരം. ആദ്യ ഗർഭഛിദ്രത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചതായും സൂചന. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഇത് എന്തൊക്കെ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്? ക്രൈംബ്രാഞ്ചിന് ഈ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? മാധു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം സംബന്ധിച്ച് വിവരങ്ങൾ തേടുകയാണ് ക്രൈംബ്രാഞ്ച്. ഇതുവരെ കൃത്യമായ ഈ മൊഴിയെടുപ്പിലേക്കൊന്നും കടന്നിട്ടില്ല. പ്രാഥമികമായ വിവരങ്ങൾ ഇങ്ങനെ ഈ പ്രത്യേകിച്ച് നേരത്തെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. നേരത്തെ ഇന്റലിജൻസ് അടക്കം ശേഖരിച്ച വിവരങ്ങൾ, അതിനൊപ്പം അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ, ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ഇന്റലിജൻസാ അവരൊക്കെ അന്വേഷിച്ച എന്തോ നേടിയത്? എന്താ സംഭവം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ഏത് സ്റ്റോറി, ഏത് കഥ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? പറ. അതിലാണ് ചില നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. 2 യുവതികൾ ഈ ആരോപണ വിധേയങ്ങളിൽ നിന്ന് ഉള്ള ഗർഭഛിദ്രം നടത്തി എന്നുള്ള ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഗർഭഛിദ്രം നടന്നത് എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിനുണ്ട്. മാത്രമല്ല, ആദ്യ യുവതി ഗർഭഛിദ്രം നടത്തി, അതിനുശേഷമാണ് രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് ആദ്യത്തെ യുവതി അപ്പൊ ഇനി കേസ് ഇനി ബാംഗ്ലൂരിലോട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ഇനി കുറച്ച് നാളത്തേക്ക് ഇനി നീട്ടി ഇതിങ്ങനെ പോകും. ബാംഗ്ലൂരു അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി, ഒന്ന് മണാലി വരെയൊക്കെ ഒന്ന് ചുറ്റി, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയ ഇഡ്ഡലി ഗർഭയോ ദോശയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, എന്തായാലും ഇപ്പം കഥകളൊക്കെ പോകുന്ന ഓരോ വഴികളെ. എൻ്റെ രാഹുലെ, നിങ്ങൾ വല്ല അറിഞ്ഞിട്ടുണ്ടോ?
ഇതെന്താണ് സംഭവം എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇപ്പം 2 യുവതികളായി. ഇതിപ്പം എനിക്ക് ചിരിയാണ് വരുന്നത്. ഈ റിപ്പോർട്ടർ ചാനലുണ്ടല്ലോ, റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയം നടക്കുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടി പേര് സഹിതം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി. അദ്ദേഹം മോശമായിട്ട് കയറി പിടിച്ചു എന്ന് പറയുന്ന നമ്മുടെ കേരള സർക്കാരും ഈ മാധ്യമക്കാരൊക്കെ എവിടെ പോയി? രാഹുലിന്റെ പിന്നിലോട്ടാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? രാഹുൽ തെറ്റ് ചെയ്തോ ഉറപ്പാണ്. രാഹുൽ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഈ 2ാമത്തെ പെൺകുട്ടി ആരെന്ന് അറിയത്തില്ല. ഓരോ ഘട്ടവും ഓരോ കഥകൾ. ഇവിടെ പേര് പറഞ്ഞ യുവതിക്ക് ഇവിടെ നീതി കിട്ടുന്നില്ല. കഷ്ടം. ഇവിടെ പേര് പോലും പറയാൻ ധൈര്യം കാണിക്കാത്ത കുറെ ആൾക്കാരുകളുണ്ട് ഇവിടെ. ഞാനിതെന്തോ പറയാനറിയത്തില്ല. നമുക്ക് ബാക്കി ന്യൂസ് ഒന്നും കേൾക്കാം. ഒരു ബന്ധുവും ഈ 2ാമത്തെ യുവതിയുടെ ഗർഭചിത്രത്തിന് സഹായം നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നുണ്ട്. ഏതായാലും ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന്, ഈ ആശുപത്രി ഏകദേശം അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നടപടികളാണ് നടക്കുന്നത്. കാരണം ഇതിപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ട ആരും നേരിട്ട് പരാതിയുമായി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കേസ് ചാർജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരാതി വരാത്തത് എന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് പിന്നീട് ഒരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് പരാതി വരാത്തതിന്റെ അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതും ഒരു അന്വേഷണമാക്കിയോ? ഞാൻ ആലോചിക്കുന്ന ഇതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെളിവ് സഹിതം കൊണ്ടുവരണം. അങ്ങനെ ഒരു നേതാവ് നമുക്കോ ആവശ്യമില്ല. പറയാൻ മനസ്സിലായോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ബലമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യം കൂടെ പറയുന്നത്. അല്ലാതെ എല്ലാം സാധിച്ചും കൊടുത്ത് അവൻ പറയുന്ന കേൾക്കുകയും ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു പക്ഷേ ഇതല്ലെങ്കിലോ കഥ ചിലപ്പോൾ ഈ പെൺകുട്ടിയെ വേണ്ടാന്ന് വെച്ചെങ്കിലോ, രാഹുൽ ഒന്നുമില്ലാത്ത സമയത്ത് ഓക്കെ രാഹുൽ ഇപ്പോൾ നല്ലൊരു ലെവലായപ്പോൾ തിരിച്ചു വന്നപ്പോൾ രാഹുലിന് വേണ്ടാത്തതാണെങ്കിലോ, അങ്ങനെ ആയിക്കൂടെ കഥ? ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒരാളുടെ ഭാവം മാത്രം കേൾക്കരുത്. ഞാനിപ്പോൾ പറയുന്ന കേസ് തെളിഞ്ഞാലുള്ള കാര്യം പറയാം. തെളിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഥയുണ്ടെങ്കിൽ അതുകൊണ്ട് ചുമ്മാ ഒരു കഥ പറഞ്ഞാണ്. ഇനി അതേ പിടിച്ചിട്ട് ആരും ഇനി കയറിക്കൊണ്ടൊന്നും വരുമൊന്നും ചെയ്യല്ലേ. എന്തുകൊണ്ട് പരാതിക്കാരെ കണ്ടില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്വേഷണ സംഘത്തിന് ഏൽക്കേണ്ടി വരും. അത് പൂർണ്ണമായും ഇല്ലാതാക്കുക. പരാതിക്കാരെ കണ്ടെത്തിയ ശേഷം അവരിൽ നിന്ന് പരാതി ഇല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു മൊഴി കൂടി രേഖപ്പെടുത്തി നിയമ നടപടി അവസാനിപ്പിക്കുക. അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ പുറത്ത് പരാതി നൽകാത്തതാണെങ്കിൽ അവരിൽ നിന്ന് പരാതി വാങ്ങി അന്വേഷണവുമായി മുന്നോട്ട് പോവുക. ഈ 2 സാധ്യതകളാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. അതായത് ഇപ്പോൾ ഈ വിവരങ്ങൾ 2 യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായത് തുടങ്ങിയ വിവരങ്ങൾ ഈ മൊഴിയെടുപ്പിലൂടെയോ പരാതിക്കാരിൽ നിന്നുള്ള വിവരശേഖരണത്തിലൂടെയോ ആണോ ക്രൈംബ്രാഞ്ചിന് ലഭ്യമായത്? നിലവിൽ ക്രൈംബ്രാഞ്ച് പോലീസിന്റെയും സ്വന്തം നിലയ്ക്കുള്ള വിവരശേഖരണത്തിലാണ് ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ആൾക്കാരിൽ നിന്ന് അനൌദ്യോഗികമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനങ്ങളിലേക്ക് എത്തിയത്. മാത്രമല്ല ഈ ബംഗളൂരുവിലെ അപ്പോൾ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ ശേഖരിച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇത് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു റിപ്പോർട്ടറിനുണ്ടായ ഒരു അവസ്ഥയാണ്. ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറി എന്ന് പറയുമ്പോൾ അവനെതിരെ കേസെടു. ഈ രാഹുലിന്റെ പുറകിന് പോവാതെ ആ പെൺകുട്ടികൾ കേസ് കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. മറ്റേ കുട്ടിയും തയ്യാറായിട്ടില്ല. എന്നാലും ആ കുട്ടി പേര് കാണിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. ആ ധൈര്യം കാണിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ഇത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? കഷ്ടം തന്നെ കഷ്ടം. ഓക്കെ, കാരണം രാഹുൽ മാങ്കൂട്ടം ഈ വളർന്നൊരു നേതാവാണ്. അത്യാവശ്യം ഇവന്റെ പേഴ്സണലായി പെണ്ണുപിടിയനോ മറ്റേവനോ മറിച്ചവനോ എന്തോ ആയിക്കോട്ടെ, ഒന്നും ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഞാൻ പറയാൻ വന്ന കാര്യം, അവൻ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും പക്കയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ പോലും. ഓക്കെ, ഇപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാവാൻ ചിലപ്പോൾ വി സതീശന് ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. പറയുന്നത് മനസ്സിലാക്കണം. ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇതിപ്പം കോൺഗ്രസിന്റെ അകത്തുനിന്ന് തന്നെ ഇപ്പോൾ ഒരു വല്ലാത്തൊരു രീതി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലാണെങ്കിലും ഈ പറയുന്ന വീഡിയോ ആണെങ്കിലും. ഓക്കെ, അതിന്റെ ഒരു ന്യൂസ് ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് കടുപ്പിച്ച വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. രാഹുലിന് സംരക്ഷണം ഒരുക്കില്ലെന്ന് നേതാക്കൾ. രാഹുലിനെ പിന്തുണയ്ക്കുന്ന അടൂർ പ്രകാശിന്റെ നിലപാടിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. KPCC നടപടി പരസ്യമായി ചോദ്യം ചെയ്യുന്നത് അച്ചടക്ക ലംഘനമെന്നുമാണ് വിമർശനം. വിവരങ്ങളുമായി TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, കോൺഗ്രസിനകത്തു തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തട്ടുകളായി ഭിന്ന അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായി. ഇതിപ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്? രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവടക്കം ഈ വിഷയത്തിൽ കടുപ്പിക്കുമ്പോൾ രാഹുലിന് വേണ്ടി വാദിക്കുന്നത് ആരാണ്? ഇവർക്ക് വിഷയം ബോധ്യപ്പെടാത്തതാണോ? ഈ പാർട്ടിയുടെ തന്നെ മൊത്തത്തിലുള്ള നിലപാട് എന്താണ്? TV പ്രസാദ്.
റോഷ്നി, കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനത്തുള്ളവരിൽ ഏറ്റവും പ്രധാനികളാണ് വി.ഡി. സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും. ഇവർക്ക് രണ്ടുപേർക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് രണ്ടുപേരും സ്വീകരിക്കുന്നില്ല. അതായത് കർശന നടപടി സ്വീകരിക്കണം, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാടിൽ തന്നെയാണ് രണ്ട് നേതാക്കളും ഉള്ളത്. പക്ഷേ അതിനിടയിലാണ് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുമായി മുന്നോട്ട് വരുന്നത്. ഒപ്പം മുൻ UDF കൺവീനറും അതുപോലെ മുതിർന്ന കോൺഗ്രസിന്റെ നേതാവുമായ MM ഹസനും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടുമായി മുന്നോട്ടേക്ക് വരികയാണ്. കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. വലിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തുകൊണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തല ആണെങ്കിലും വി.ഡി. സതീശനുമാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പല ആൾക്കാരും രാഹുലിനും സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. EMIയും ഒക്കെ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ അറിയില്ല. പക്ഷെ ഇപ്പം ഈ അടുത്ത സമയം കൊണ്ട് ഗ്രൂപ്പൊക്കെ ഒന്നും ഇല്ലാതെ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാർട്ടിയിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ രാഹുലിന്റെ കാര്യങ്ങൾ അറിയാവുന്ന കുറെ ആൾക്കാർ ഈ പറയുന്നത് വി.ഡി. സതീശന്റെ അടുത്തും രമേശ് ചെന്നിത്തലയുടെ അടുത്തും കാണും, ഉറപ്പാണ്. എന്തായാലും രാഹുൽ ഇന്ന കമ്പനി കൊണ്ട് മറ്റേ പെണ്ണുമായിട്ട് കൊണ്ട് നടക്കാമെന്നൊന്നും രമേശിനും അറിയത്തില്ല, ഈ പറയുന്ന വി.ഡി. സതീശനും അറിയത്തില്ല. ഒന്നെങ്കിൽ ആ കൂട്ടത്തിൽ രാഹുലിന്റെ കൂട്ടത്തിലുള്ളവർ ആരെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ ചാരപ്പണി എന്ന് പറയുന്ന ആളുകൾ കാണുമായിരിക്കാം. ചാരപ്പണി എന്തോ ആയിക്കോട്ടെ, ആ വഴിയായിരിക്കും ഈ ന്യൂസൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. സത്യം ഇപ്പൊ രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതും മോശമായിട്ടുള്ള രീതിയിലാണെങ്കിൽ, അല്ലാതെ സമൂഹത്തോടെ അവിടെ ഇവിടെ 5-6 വട്ടം 7, 8, 9 വട്ടം എല്ലാം പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് പീഡിപ്പിച്ചു, എന്നെ അത് ചെയ്തു, എന്നെ ബലാത്കാരം ചെയ്തു, അതിന് വലിയ ഇതൊന്നുമില്ല. എന്തായാലും സതീശനും രമേശ് ചെന്നിത്തല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു വോയിസ് ഉണ്ട്, ഞാനത് വെച്ചുതരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജനങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ പേര് ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ സർക്കാരാണ് ഈ കടന്ന് പത്രപ്പാട് വിടുകയൊക്കെ ചെയ്യുന്നത്. കാരണം നല്ലൊരു നേതാവിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള കാര്യത്തിൽ 100% ഞാൻ കൊടുക്കും. പിന്നെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യം അത് കോടതിയുണ്ട്, എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ രാഹുലിൻ്റെ ഒപ്പം ഉണ്ടോ എങ്കിൽ അതും കൊടുത്തിരിക്കാം. എന്തായാലും നമുക്കൊരു വോയിസ് ഒന്ന് കേൾക്കാം. ഓരോ മനുഷ്യരുടെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ അതിൻ്റെ വീഡിയോ വെക്കുന്നതായിരിക്കും ഈ ഒരു വിഷയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് വോയിസിലോട്ട് പോകാം, കേൾക്കാം. മെയിൽ വഴിയും എല്ലാം ഒരുപാട് കേസ് വരുന്നു, കുറെ കേസ് വന്ന് മറിയുന്നെന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ പറഞ്ഞിട്ട് കേസെടുക്കാൻ തുടങ്ങി. കേസെടുത്ത് ക്രൈംബ്രാഞ്ച് വരുന്നു, പോലീസ് അന്വേഷിച്ചിട്ട് നടപടിയാകുന്നില്ല, ക്രൈംബ്രാഞ്ച് വരുന്നു, ഒരുപാട് ഏജൻസികൾ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, കേസ്. എന്നിട്ട് ഇപ്പൊ കേസ് എന്തായി? അതാ പോന്ന് കേസ് ബാംഗ്ലൂരിലും മറ്റുള്ള സ്ഥലങ്ങളിലും കറങ്ങി ഇതാണ്ട് നമ്മുടെ ക്രൈംബ്രാഞ്ച് പോവുകയാണ്. കറങ്ങി അവിടെ രാഹുൽ 2 പേരെ കൊണ്ട് ഗർഭാലോചിപ്പിച്ചെന്നും ഒക്കെ കഥകൾ വരുന്നു. അതിന് ഒരു കോമഡി എന്താന്ന് ചോദിച്ചാ, ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിന്റെ ഫാമിലിയിലുള്ള ഒരു പെണ്ണിനെ കൊണ്ട് വേറൊരു പെണ്ണിനെയും കൂടി കൊണ്ട് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു, ആ പെണ്ണിന്റെ ഫാമിലിയിലുള്ള വേറൊരാളെയും കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് പീഡിപ്പിക്കാൻ കൊടുത്തെന്നായി പറയുന്നത്. അങ്ങനെ 2 ഗർഭം ഹോസ്പിറ്റലിൽ നിന്ന് അലസിപ്പിച്ചെന്നും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ പറഞ്ഞു വന്നിരുന്നത്. ഇതിനകത്ത് പിന്നെ ക്രൈംബ്രാഞ്ച് പുറത്ത് പറയുന്നതിനെക്കാട്ടി മുമ്പ് ഇത് പറയുന്നത് എന്താന്ന് ചോദിച്ചാ, റിപ്പോർട്ടർ ചാനലും പിന്നെ നമ്മുടെ മാതൃഭൂമി ന്യൂസുമാണ് ഇത് ആദ്യം പുറത്തു വിട്ടത്. ഇന്ന് രാവിലെ ഇതിന്റെ പറ്റി കുറച്ചു നേരം ഒരു വാർത്ത കണ്ടു, പിന്നെ അതില്ല, പിന്നെ അതെല്ലാം മുഖ്യം തോന്നുന്നുണ്ട്. കാരണം അത് ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇത് എന്ത് കഥയും തിരക്കഥയും കാര്യങ്ങളും ആണോ അറിയത്തില്ല. കാരണം എന്താന്ന് വെച്ചാ, ഈ പറഞ്ഞ 2 പേരും ഒരു കുടുംബത്തിലുള്ള 2 പേരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പറയുന്നത് എത്ര ലോജിക് ഉണ്ടെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാർ ഇപ്പൊ വരും, അതായത് ഉള്ളതാണെന്ന് പറഞ്ഞ്. എന്നാൽ ഇതിനെപ്പറ്റി തെളിയിക്കാൻ വേണ്ടി ഒരു തെളിവ്, അതായത് ഒരു കുടുംബത്തിൽ 2 പേർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വന്നൂടെ കേസായിട്ട്? അത് വന്നിട്ടില്ല. കേസ് ഉണ്ടോന്ന് ചോദിച്ചാൽ കേസ് ഉണ്ട്, പക്ഷെ ഈ കേസ് നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ അതില്ല. കാരണം എന്താ? 3-ാം കക്ഷിയുടെ കേസായതുകൊണ്ട് ആ കേസ് നിലനിൽക്കാൻ 100% പോലും ഇല്ല. കാരണം നിയമപ്രകാരമായിട്ട് അത് അനുഭവിച്ചിട്ടുള്ള ആള് കോടതി വന്ന് പറയണം, അതായത് മൊഴി കൊടുക്കണം. കോടതി വന്നിട്ട് എനിക്ക് സംബന്ധിച്ച കാര്യങ്ങൾ കോടതി മുഖാന്തരം വന്ന് മൊഴി കൊടുക്കണം. അതിനു മുമ്പ് പോലീസിന്റെ അടുത്തും ക്രൈംബ്രാഞ്ചിന്റെ അടുത്തും പറയണം. അങ്ങനെ ഒരു മൊഴിയെടുപ്പോ കാര്യങ്ങളോ, അതായത് ഒരു കേസ് പോലും അങ്ങനെ വന്നിട്ടില്ല.
അതായത് ഈ പറയുന്ന ഇമെയിൽ വഴിയൊക്കെ കേസ് വന്നിട്ട് എന്ത് കാര്യമുള്ളതെന്ന് ജനങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. അതായത് അതിനെപ്പറ്റി എന്ത് അന്വേഷിച്ചു, എവിടെ അന്വേഷിച്ചു, വാർത്ത കണ്ടിട്ട് പോയി ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം. കാരണം ആർക്കും ആരെയും പറ്റിയും പറയാന്നുള്ളൊരു രീതിയാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും നാറിയ രാഷ്ട്രീയ കളിക്ക് വേണ്ടി പെണ്ണുങ്ങളെ കരുക്കളാക്കുന്നു, സ്ത്രീകൾ അതിന് കൂട്ടും നിൽക്കുന്നു. കാരണം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് മോശം മെസ്സേജ് അയച്ചു. എന്നാൽ ഈ മോശം മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പൊ കേസിനകത്ത് വരുന്നില്ല. അവർക്ക് എന്ത് കേസ് കൊടുത്താല്? അവര് കേസ് കൊടുക്കുന്നില്ലല്ലോ. എന്നിട്ട് അവര് പറയുന്നുണ്ട് എനിക്കിപ്പൊ നല്ല സുഹൃത്താ, എനിക്ക് ഇടയ്ക്ക് മോശം മെസ്സേജ് അയച്ചിട്ടുള്ളൂ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മോശം മെസ്സേജ് അയക്കും, ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ വേണ്ടു. അതെന്ത്? അപ്പൊ അവരാ മോശം മെസ്സേജ് അയക്കുന്നതിന് താല്പര്യപ്പെട്ട് നിൽക്കുവാണോ? അതുകൊണ്ടാണ് ഇനി പിന്നെ ഇതിന് അതായത് ഇത് അനുഭവിച്ചിട്ടുള്ള പ്രതിയെ, അതായത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെ ഈ ക്രൈംബ്രാഞ്ച് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഇത്രയും നേരമായിട്ടും പുറത്ത് വന്നേക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് അത് ആദ്യം വേണ്ടേ കണ്ടുപിടിക്കാൻ, ഇര ആരായെന്ന് കണ്ടുപിടിച്ചിട്ട് വേണ്ടേ ബാക്കിയുള്ള കാര്യങ്ങള്. അതായത് രാഹുല് ഗർഭം അലസിപ്പിക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ് പല ആൾക്കാരെയും കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? അതായത് ഇതിന്റെ ആസ്പദമായിട്ടുള്ള ആദ്യത്തെ, അതായത് അനുഭവിച്ചിട്ടുള്ള ആരാണോ അവരെ കണ്ടുപിടിച്ചാലേ അവർക്കറിയേ അറിയത്തുള്ളൂ മെയിൻ ആയിട്ട്. അതല്ലാതെ ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി ഇന്ന ഹോസ്പിറ്റലിലാണ് നടത്തിയത്, ഇന്ന അടുത്താണ് കൊണ്ടുപോയത്, അങ്ങനെയാണോ പറയേണ്ടത്? അതായത് ക്രൈംബ്രാഞ്ച് ആണോ പറയേണ്ടത്, അതോ അത് അനുഭവിച്ച, അതായത് അതിന് ഇരയാക്കപ്പെട്ട സ്ത്രീയാണോ പറയേണ്ടത്? കേസ് അന്വേഷിക്കുന്ന ആരാ? ക്രൈംബ്രാഞ്ച്, ഇന്റലിജൻസ്, കേരള പോലീസ്, എല്ലാരും ഇപ്പൊ രാഹുലിന്റെ പുറകെ. എന്നിട്ട് എന്തേലും കേസ് ഉണ്ടായോ? ഒരു കേസും വന്നിട്ടില്ല. അതായത് ഈ പറയുന്ന ഇരയാക്കപ്പെട്ട ആരും കേസ് കൊടുത്തിട്ടില്ല. എന്തൊക്കെയാണോ ഒരാളെ ഇല്ലാതാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും പറഞ്ഞു, ഈ ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നാ ഇത്രയും പ്രശ്നം ഉണ്ടായ കാര്യമല്ലേ? ഇതെന്തിനായിട്ട് അന്തിച്ചർച്ചയും കാര്യങ്ങളും ഒന്നും കണ്ടില്ലല്ലോ. അത് കാണത്തില്ല. അത് വേറെ ഇത് വേറെ, അങ്ങനെയാണ്. പിന്നെ റിപ്പോർട്ടർ ചാനലിൽ വന്ന കേസ് ഈ പറയുന്ന മാതൃഭൂമിയിലും 24-ലും ന്യൂസ് 8-ലോ ഒരു ഏഷ്യാനെറ്റിലോ ഒന്നും കണ്ടില്ലല്ലോ. അതെന്ത്? അത് നിങ്ങളുടെ സഹപ്രവർത്തകരല്ലേ? ഇത്രയും കേരളത്തിൽ തന്നെ ഇത്രയും മാധ്യമ പ്രവർത്തകരുണ്ടായിട്ട്, എത്രയോ മാധ്യമ ചാനലുകൾ ഉണ്ടായിട്ട്, അറിയപ്പെടുന്ന മാധ്യമ ചാനലുകൾ ഉണ്ടായിട്ട് അതിനകത്തൊന്നും ചർച്ചയില്ല ഇതിനെപ്പറ്റി. 1, 2, 3, 4 ചെറിയ ഈ യൂട്യൂബ് മീഡിയക്കകത്ത് മാത്രം. അതിനകത്തല്ലാതെ ഈ പറയുന്ന വലിയ വലിയ ചാനലിൽപ്പെട്ട ഒരു ചാനലല്ലേ റിപ്പോർട്ടർ ചാനല്, അതിനകത്ത് പറയുന്ന ആരിൽ നിന്നാണ് ഈ ആൾക്ക്, ഒരു സ്ത്രീക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായതെന്നും അതിനകത്ത് പല ആൾക്കാരും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്നും എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആളുടെ പേരും ഫോട്ടോയും വരെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും ചാനൽ മുന്നോട്ട് വന്നോ? ഇല്ല. കാരണം എന്താ? എല്ലാ റിപ്പോർട്ടർമാരും കൂടി ഇപ്പൊ ഒരാളെ ഇല്ലാതാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ്. അത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാ വേറെ ഇതിനെ മുതലെടുക്കാൻ നിൽക്കുന്ന പല പാർട്ടിക്കാർക്കും വേണ്ടിയാവാം. അങ്ങനെ ആയിക്കോട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം എന്താ? ചില പാർട്ടിക്കകത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് ചോദിക്കുക, നിങ്ങൾക്ക് മോശം പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ? രാഹുലിന്റെ ഇതിന്ന് എന്തേലും മോശം മെസ്സേജ് വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഈ പോലീസുകാരൊക്കെ കൂടിയും ഈ റിപ്പോർട്ടർമാരും കൂടി. അതായത് ചില റിപ്പോർട്ടിൽ നിന്ന് ചില ആൾക്കാരെ വിളിച്ചേക്കുക. അതായത് നമ്മുടെ പത്തനംതിട്ട ഉള്ള ചില ആൾക്കാരെയും, അതും കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്നേ, അതല്ലേ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ വിളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചിട്ട് ചോദിക്കുക, ഹലോ, നിങ്ങൾക്ക് രാഹുലിനെതിരെ കേസുണ്ടോ? ഇല്ലെങ്കിലും പറഞ്ഞ് പറയിപ്പിക്കുക. എന്തൊക്കെയാ, ഒരാളെ ഇല്ലാതാക്കുക. അതാണ് ഈ പറയുന്ന സർക്കാർ ഇപ്പൊ കാണിക്കുന്ന നയം. അതേ സമയത്ത് ബാക്കിയുള്ള ഈ കേസ് കെട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്ന് വേറൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. 11 വർഷമായിട്ട് ഒരു അധ്യാപകൻ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരുന്നയാ, പീഡന കേസ് എന്നും പറഞ്ഞ്. ആ കേസ് എന്താ? ആ കേസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞ പരീക്ഷയ്ക്കിടയ്ക്ക് കോപ്പി പിടിച്ചെന്നും പറഞ്ഞ് അവരെ നിയമപരമായിട്ട് ആ അധ്യാപകൻ ചെയ്യേണ്ട കാര്യം ചെയ്തു, ഒരു അധ്യാപകൻ എന്ന നിലയിൽ. അതേസമയത്ത് ആ അധ്യാപകന് പറ്റിയ ഒരു പണി എന്താ? ആ 5-6 പേര് SFIക്കാരായിരുന്നു. ആ SFIക്കാരായിട്ട് എന്ത് ചെയ്തു? CPMന്റെ ഓഫീസിൽ പോയിരുന്ന് അവര് കംപ്ലൈന്റ് എഴുതി കൊടുത്തു. എന്താ? അധ്യാപകൻ പീഡിപ്പിച്ചു. എന്ത് നൈസായിട്ടുള്ള കേസല്ലേ? അധ്യാപകൻ പീഡിപ്പിച്ചു. ആ അധ്യാപകൻ 11 വർഷം, അതായത്
നല്ലൊരു അധ്യാപകനായോണ്ടായിരിക്കുമല്ലോ ഒരു കോപ്പി അടിച്ച പ്രശ്നം ഉണ്ടായപ്പോ പിടിച്ചത്. അതല്ല ഇപ്പൊ എന്തും കാണിച്ചോട്ടുള്ള മൈൻഡുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും? വീട് അവര് കോപ്പി അടിച്ചു എങ്ങനെയാ ജയിച്ചു വോട്ടെന്ന് കരുതും. അതേ സമയത്ത് ആ അധ്യാപകൻ നല്ലൊരാളായോണ്ടാണ് അയാൾ അത് പിടിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അതിന്റെ പേര് അയാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. 11 വർഷം കേസ് നടത്തിയിട്ടാണ് ലാസ്റ്റ് അയാൾ നിരപരാധിയാണെന്നും പറഞ്ഞ് കോടതി വിട്ടത്. അതിനകത്ത് ആരാ പ്രതി? ഈ പറയുന്ന 5 പെണ്ണുങ്ങൾ ആരൊക്കെയാണ്? 5 സ്ത്രീകള് വിദ്യാർത്ഥിനികളായിരുന്നു ആ സമയത്ത്. ആ ആൾക്കാർ ആരൊക്കെയാണെന്ന് ഇനിയെങ്കിലും പുറത്തു വരുമോ? ഇല്ല. അതേ സമയത്ത് ഇയാളുടെ ജീവിതത്തായി, ഇയാളുടെ കുടുംബത്തിന് പോയി, ഇയാളുടെ മക്കൾക്ക് പോയി. 11 വർഷം ആലോചിച്ച് നോക്കണം. ഒരു കേസിന്റെ പുറകെ 11 വർഷം. എന്നിട്ട് ലാസ്റ്റ് അയാൾ കുറ്റക്കാരനല്ല, കോടതി തെളിയിച്ചില്ലേ? അതിനെ കൂടി ഒന്ന് ചർച്ച ചെയ്യണം ആൾക്കാര്.